അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിങ് വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ. ബസ്സില്ല, ഞാൻ മക്കൾ ഉപ്പയും മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു വ്ളോഗ് ആയിരിക്കും കേട്ടോ, നമ്മൾ നാട്ടിൽ പോകുന്ന വിശേഷങ്ങളും എയർപോർട്ടിൽ പോകുന്നതും ഒക്കെ പാടായിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇതാ നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. ഞങ്ങൾ എയർപോർട്ടിലെത്തിട്ടോ. ഞങ്ങളിപ്പോൾ ആദുവിന് ടിക്കറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ. പോയി വാ, എന്തിനും പറയണ്ട, ഒക്കെ പോയി വാട്ടാ. ഇപ്പൊ ഒക്കെ പോയി തരി, കൊണ്ടുപോയിക്കോളി. അപ്പൊ പോയി തരി, അതെ. അപ്പൊ ബൈ, പോയി അടിച്ചു പൊളിച്ചു ചെയ്യാം. പോയിട്ട് അടിച്ചു പൊളിച്ചു ഓക്കെ. അത് വേണോ? അനക്കത് വേണോ? അനക്കത് വേണോ? അനക്കത് വേണോടാ, അനക്കത് വേണോ? അപ്പൊ ഓക്കെ, പോയി വാ ഡേ. ഓക്കെ, അടിപൊളിയായിട്ടൊക്കെ നോക്കി കഴിഞ്ഞ് നോക്കി കണ്ടു പോട്ടോ. കുട്ടികളെ നോക്ക്. പോയി അതെയും പതിയമിൻ്റെ ബേബി ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് കുരുത്തക്കാണ്. എങ്ങനെയുണ്ട് ഇപ്പ കുട്ടികളായിട്ട് വിളിക്കണേ? നിനക്ക് ടിക്കറ്റ് എടുത്തില്ലായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ വരുന്നേ? ഇവരിവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഫ്രൂട്ട്സ്. അതും പപ്പനെ മിസ് ചെയ്യുന്നുണ്ടോ? മറ്റോനൊരു ഉറക്കമൊന്നുമില്ല കേട്ടോ, ഉറങ്ങണേ ഇല്ല. മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ആവാനായിട്ടോ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. ഉപ്പതാ സ്പീഡിൽ നടക്കാൻ പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ മറ്റോന് നടക്കണില്ല. വാ നടക്ക് വാ. അപ്പോൾ ഇതാ നമ്മൾ മുംബൈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, ലാൻഡായി. എനിക്ക് എയർപോർട്ടിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദീമിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, എനിക്ക് അദീമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. രണ്ടുപേരും ഭയങ്കര കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങ് ടയേർഡായി ഫ്ലൈറ്റിൽ കയറി കിടന്നു ഉറങ്ങി. ഇതാ നിൽക്കുന്നു ആദ്യം, വെട്ടി മുടിച്ച് നിൽക്കുന്നു അദീം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നേരെ പോവാണ്. ഇനി ലഗേജസൊക്കെ എടുക്കണം. അപ്പോൾ അതാ നമ്മളെ പെട്ടിയൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇനി ഉമ്മാൻ്റെ അടുത്തേക്കാ നേരെ. അപ്പോൾ അതാ നമ്മൾ മുംബൈയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ടാക്സി കിട്ടി, അതും എക്സൈറ്റഡ്. അതിൻ്റെ ഉമ്മമാക്ക് അറിയില്ല കേട്ടോ അതുള്ളത്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും ഉമ്മമാക്ക്. सीएसटी का सामने अंधेरी है। नहीं, अंधेरी एयरपोर्ट के पास ही है। അതന്നെ അത് ആദ്യമായിട്ട് കാണണ്ടേ. അപ്പൊ നമ്മളൊരു ഉറക്കൊക്കെ പാസ്സാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടോ. നല്ല ബീറ്റ്റൂട്ട് ഉണ്ട്, സാമ്പാർ, ചോറ്, വെപ്പ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിട്ടോ. നമ്മൾ നിൽക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇത്. ഞാൻ വന്ന് ഉമ്മാനെ ഏൽപ്പിച്ചു. ഇല്ലച്ചോ? യെസ്.
നമ്മൾ ഈ റെസ്റ്റോറൻറ്റിനാണ് ഫുഡ് കഴിച്ചത്. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ മുംബൈ കൂടെ നടക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ. ഇതിപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ. എന്താ സൂ ആണോ? സൂ അല്ലാതെ എന്താ ഇത്? അപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാതെ തന്നെ ഇതൊക്കെ ഇങ്ങനെ എന്താ ആൾക്കാർ അടിപൊളി പല പല ഗല്ലീസല്ലേ ഓക്കെ ഷോപ്സ്. ഞങ്ങളിപ്പോൾ കുറേ കേട്ടോ അത്യാവശ്യം കുറേ നേരം നടക്കാൻ നോക്കിയിട്ട്. എങ്ങനെയുണ്ട് ഡാഡി? കഴിഞ്ഞോ? ഇനി എത്ര നടക്കാനുണ്ട്? അപ്പോൾ മുംബൈയിലത്തെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ മുംബൈയിൽ കുറച്ചൊക്കെ കവർ ചെയ്തിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതൊന്ന് അധികമൊക്കെ ഉമ്മാൻ്റെ അടുത്തായിരുന്നു. എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. എനിക്ക് കൂടുതലൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ചാർജ് ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത വ്ളോഗിട്ട് വരുന്നവരേക്കും. അസ്സലാമു അലൈക്കും.